നമസ്കാരം പ്രിയമുള്ള FB സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. ഈ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ടുള്ള വിഷയം അത് ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കി പറ. അത് വിഷയങ്ങളൊക്കെ നമുക്ക് സർവ്വസാധാരണമായ വിഷയങ്ങൾ തന്നെ. സൗണ്ട് കേൾക്കാനുണ്ടോ എന്ന് പറയണം കേട്ടോ. ഒന്ന്, മതം, വർഗീയത, വിശ്വാസം, അവിശ്വാസം. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊന്ന് പറയണേ. ഹായ്, നമസ്കാരം. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് പറയണം. സൗണ്ട് കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുക. വിശ്വാസം, അവിശ്വാസം, യുക്തി, അതുപോലെ സയൻസ്, ചരിത്രവും മനഃശാസ്ത്രവും. ഇതാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന FB ലൈവിൻ്റെ. അന്നത് നടത്താൻ കഴിയാതെ പോയി. ആ ലൈവാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തുകൊണ്ടും ഈ ലൈവ് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏത് കാലത്തും പ്രസക്തിയുള്ളത് തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ വളരെ രസകരമെന്ന് പറയാൻ പറ്റില്ല, ആശ്ചര്യമുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും ഓരോ കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കും, സ്വാഭാവികം. പക്ഷേ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് വലിയ രീതിയിൽ വിദ്യാസമ്പന്നരുള്ള ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേരിൽ ആഗോള പ്രശസ്തി ആർജിച്ച ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദമുള്ള ഒരു ഇന്ത്യൻ പ്രശസ്തി ആർജിച്ച ഒരു സംസ്ഥാനത്തിനകത്ത് തീർത്തും ബോധപൂർവമായ രീതിയിൽ നമ്മുടെ മതനിരപേക്ഷതയ്ക്കും മതസൗഹാർദ്ദത്തിനും എല്ലാം തുരങ്കം വെക്കുന്ന രീതിയിൽ ഒരു ചെറുവിഭാഗം ആളുകൾ ശ്രമിക്കുന്നു. ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്, പക്ഷെ ഇപ്പോൾ കുറച്ച് കൂടുതൽ കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് ഞാൻ ഈ FB ലൈവ് ചെയ്യുന്നത്. ഈ FB ലൈവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആളുകൾക്ക് മതങ്ങളുടെ ആവിർഭാവം എങ്ങനെയായിരുന്നു, ഈശ്വരവിശ്വാസം അല്ലെങ്കിൽ ദൈവാരാധനയുടെ ആവിർഭാവം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ എങ്ങനെയാണ് മനുഷ്യജീവിതത്തെ സാധൂകരിക്കുന്നത്, ഈ മുതലാളിത്തത്തിന് ഇതിനകത്ത് എന്ത് പങ്കാണുള്ളത്, സാമ്രാജ്യത്വത്തിന് ഇതിൽ എന്തു പങ്കാണുള്ളത്,
തൊഴിലാളി വർഗത്തിന് ഈ വിഷയങ്ങളിൽ എന്ത് നിലപാടാണ് ഉണ്ടാവുക എന്ന് ആഗോളപരമായ രീതിയിലുള്ള വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു FB ലൈവാണ്. നമുക്ക് ആദ്യം മതമാണ്. നമസ്കാരം പ്രിയ സുഹൃത്തെ. മതം ആണ് നമ്മുടെ FB ലൈവിൻ്റെ ആദ്യത്തെ തലക്കെട്ട് എങ്കിലും. ഹായ് ലാൽജി, നമസ്കാരം ചങ്കേ. അതുപോലെ നമ്മുടെ മങ്ങാട് ജ്യോതിയുടെ ഏട്ടൻ, നമ്മളെ ഡിയറസ്റ്റ് ചങ്ക്, നമ്മളെ മൂപ്പര് ഫോറസ്റ്റിലാണ് അദ്ദേഹത്തിന് ജോലി. വലിയ സന്തോഷമാണ് FB ലൈവിലേക്ക് നിങ്ങളെ കാണുമ്പോൾ. അപ്പോൾ മതം ആണ് ആദ്യത്തെ സംഭവം എങ്കിലും സുഭാഷ്, ജ്യോതിരേട്ടൻ ഫോറസ്റ്റിലാണ് സുഭാഷിന് ജോലി അല്ലേ? സുഭാഷ് ഫോറസ്റ്റിലല്ലേ? ഫോറസ്റ്റിൽ തന്നെയാണ്. ഞാൻ നാളെ അതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ വീണ്ടും മുമ്പിൽ നിന്ന് നിർത്തി എല്ലാവരും കണ്ടു, ജ്യോതിനെ മാത്രം കണ്ടില്ല. അപ്പം മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ശാസ്ത്രത്തെക്കുറിച്ച്, ആധുനിക നരവംശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങാം. എന്നിട്ട് മതത്തിലേക്ക് പോകാം. നമുക്കറിയാം, സയൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സയൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ആദിമകാലത്തെ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള സയൻസ്, ഇപ്പോഴാണെങ്കിലും ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള സയൻസ് അല്ലേ? സയൻസ് ഏതൊക്കെ മേഖലകളായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിരീക്ഷണം, പരീക്ഷണം, പഠനം, അന്വേഷണം, കണ്ടെത്തൽ, അത് അവതരിപ്പിക്കൽ. അതിനെ പല ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടുത്തം നടത്തിയാൽ മാത്രം പോരാ, അതിനെ തെളിവ് സഹിതം ആയിക്കോട്ടെ അതിനെ സമർത്ഥിക്കുകയും വേണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു അക്കാദമിയൊക്കെ ആ ശാസ്ത്ര സംബന്ധിയായ വിഷയത്തെ അംഗീകരിക്കുകയും അത് പിന്നീട് ലോകത്തിന് ആകെ നിദാനമാവുകയും ചെയ്യാം. ഒരു ചെറു കാര്യം ഞാൻ പറയാം. ചെറുകാര്യത്തിൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. അതിന് ശാസ്ത്രത്തിൽ പറയാം. നമ്മൾ ഈ പേപ്പട്ടി വിഷബാധ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ലൈവാണ് കേട്ടോ. ശ്രദ്ധിച്ചിപ്പോൾ കേട്ടില്ലെങ്കിൽ പിന്നെ കേട്ടാലും മതി, ഇത് ഞാൻ ഷെയർ ചെയ്യും. പേപ്പട്ടി വിഷബാധയ്ക്ക് വാക്സിൻ കണ്ടുപിടിച്ച ആളാണ് ലൂയി പാശ്ചർ. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കൂളിലൊക്കെ പഠിക്കാറുണ്ട്. അദ്ദേഹം പേപ്പട്ടി വിഷബാധത്തിനെതിരെ ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചു എന്ന് അവകാശപ്പെട്ട് നമ്മുടെ പുറത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒരു സിറിഞ്ചോ അല്ലെങ്കിൽ ഒരു ഡോസോ ഇരുന്നിട്ട് അത് അവകാശപ്പെട്ടിട്ട് അദ്ദേഹത്തെ ചെയ്യാൻ നിയമം അനുവദിക്കില്ല. ഇല്ലല്ലോ. എന്തു വേണം? അതാദ്യം മനുഷ്യർ മൃഗങ്ങളിൽ പരീക്ഷിച്ച് പിന്നെ അയാൾ അവകാശപ്പെട്ടാൽ, ആരവകാശപ്പെട്ടാൽ, ലൂയി പാശ്ചർ അത് അവകാശപ്പെട്ടാൽ അതൊരു ഡോക്ടർമാരുടെ അല്ലെങ്കിൽ അതിൻ്റെ ഉന്നത തലവന്മാരുടെ ഒരു മെഡിക്കൽ അതോറിറ്റി അത് പരിശോധിച്ച് പിന്നീട് അത് മനുഷ്യരിൽ പരിശോധിച്ച് ഒരുപാട് കടമ്പകൾ കടന്നിട്ട് വേണം അന്തിമ ക്ലിനിക്കൽ അനുമതി ലഭിക്കുക. ഏത് കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ പേപ്പട്ടി വിഷബാധയുടെ അടുത്ത് പറയണമെന്ന് മാത്രം. എന്നിട്ട് തെളിഞ്ഞാൽ അത് വിജയമാണ്, 90% വരെ വിജയകരമാണെന്ന് മെഡിക്കൽ ബോർഡ് വിധി എഴുതി എൻ്റെ അതോറിറ്റി അതിന് പിന്നെ അത് എങ്ങനെ ഉണ്ടാവുക? അത് ലോകം ഏറ്റെടുക്കുക ചെയ്യുക. ഏത് വാക്സിൻ അങ്ങനെ തന്നെയാണ്. പിന്നെ അതിൻ്റെ പാറ്റന്റ്, പാശ്ചറിന് ആ പാറ്റൻറ്റ് വേണമെങ്കിൽ ആർക്കെങ്കിലും വിൽക്കാം, അല്ലെങ്കിൽ ആളുകളായിട്ട് പങ്കുവെക്കാം. അതില്ലാത്തടത്തോളം കാലം ഈ റാബിക്സിനെതിരെയുള്ള വാക്സിൻ്റെ ആരുണ്ടാക്കിയാലും അതിൻ്റെ ഒരു നിശ്ചിത തുക പാശ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കിട്ടും. യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ വിഷയം അതിൻ്റെ പാറ്റന്റിനെ കുറിച്ചുള്ള ചർച്ചയല്ല. അതൊരു ശാസ്ത്ര സംബന്ധിയായ സയൻസ് പരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ
പെൻസിലിൻ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കാണ്. ആൻറ്റിബയോട്ടിക് വാക്സിനാണ് പെൻസിലിൻ. പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചത്. പെൻസിലിൻ കണ്ടുപിടിച്ച ആളുടെ പേരെന്താ? പെൻസിലിൻ കണ്ടുപിടിച്ചത് പേര് ഓർമ്മ ഉണ്ടായിരുന്നു, പിള്ളേരോട് ഇങ്ങനെ ഓർമ്മയില്ല. ഈ കണ്ടുപിടിച്ചത് വൻതോതിൽ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിട്ടാണ് പല മാരക വൈറസ് ബാധകൾക്കെതിരെ ആൻറ്റിബയോട്ടിക്കാണ് പല രോഗത്തിനെതിരെ ഫലപ്രദമായ ലോകത്ത് ആദ്യം കണ്ടുപിടിച്ച വാക്സിൻ പെൻസിലിനാണ്. പെൻസിലിൻ കണ്ടുപിടിച്ച ആൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു അതോറിറ്റിയുടെ മുമ്പിൽ അത് കാണിക്കേണ്ടതുണ്ട്. എന്നിട്ട് അത് ആളുകളിൽ പരീക്ഷിച്ച് അത് വിജയം കണ്ടെത്തുമ്പോൾ നമുക്കത് മനസ്സിലാവുകയാണ്, നമുക്ക് ഡയറക്റ്റ് ബോധ്യമാവുകയാണ് എന്തെന്ന്, ഇതൊരു യാഥാർത്ഥ്യമാണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. മാത്രമല്ല അദ്ദേഹം അതിന് പേറ്റൻറ്റ് വേണ്ടെന്ന് വെച്ചു. ഇദ്ദേഹം മഹാനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്ത്, ഞാൻ ഈ കണ്ടുപിടിച്ച പെൻസിലിൻ എന്ന് പറയുന്ന മരുന്ന് ലോകത്തെ എമ്പാടും ആളുകൾക്ക് വില കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പേറ്റൻറ്റ്, ഭീമമായ പേറ്റൻറ്റ് ഉണ്ടെങ്കിൽ പേറ്റൻറ്റിൻ്റെ പൈസയും കൂടി കഴിച്ചിട്ട് വാക്സിൻ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് അപ്പോൾ ആ പൈസയും കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ അലക്സാണ്ടർ ഫ്ലെമിങ്ങിൻ്റെ ഈ പെൻസിലിൻ ലോകവ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ധാരാളം രോഗങ്ങളെ ബുദ്ധിമുട്ടുന്നവർക്ക് അതിനുള്ള വലിയൊരു ആശ്വാസമായി തെളിയിക്കപ്പെട്ട സംഭവമാണ്. അപ്പോൾ സയൻസ് രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് പൂർണ്ണമായും തെളിയിക്കപ്പെടും. ഇതുപോലെ റാബിക്സ് എന്ന് പറയുന്ന പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ പ്രതിരോധ വാക്സിനാണ്, 100% ഫലപ്രദമാണ്. പെൻസിലിൻ ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ കോവിഡിനെതിരെയുള്ള ചില വാക്സിനുകളൊക്കെ കുറേയൊക്കെ അതിൻ്റെ അതോറിറ്റികൾ പ്രകാരം അതൊരു യാഥാർത്ഥ്യമാണ്. പുതിയ വാക്സിനായ കാരണം കൊണ്ട് അതിൻ്റെ അന്തരഫലങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് മറ്റതാണെന്നൊക്കെ ഉള്ള എല്ലാ വാക്സിനും പോലെ കാര്യങ്ങളുണ്ടാവും. ഇതേപോലെ മലമ്പനിക്കെതിരെ റെംസിഡിവർ എന്ന് പറയുന്ന മരുന്നാണ് ഫലപ്രദമായി വിനിയോഗിക്കുന്നത്. അങ്ങനെ പല കാര്യമുണ്ട്. ഞാൻ ഈ മരുന്നുകളുടെ കാര്യത്തിലെടുത്തതെന്ന് പറഞ്ഞാൽ എളുപ്പം സമീപിക്കാൻ കഴിയാവുന്ന ഒരു ഉദാഹരണം എന്നുള്ള നിലക്കാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, അതുപോലെ പല ക്യാൻസർ രോഗമാണെങ്കിൽ തന്നെ ആരംഭ ദശയിൽ തന്നെ കണ്ടെത്തിയാൽ രക്ഷപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള 90% വൈദ്യശാസ്ത്ര മേഖല പുരോഗമിച്ചു കഴിഞ്ഞു. അവയവങ്ങൾ മാറ്റിവെക്കൽ, കോശങ്ങൾ മാറ്റിവെക്കൽ, മജ്ജ മാറ്റിവെക്കൽ, ഹൃദയം തുടങ്ങി ശാരീരിക അവയവങ്ങൾ വരെ മാറ്റിവെക്കാവുന്ന രീതിയിൽ നമ്മളെ ശാസ്ത്രം വളർന്നു കഴിഞ്ഞു. അന്യഗ്രഹങ്ങളിൽ പോയി അവിടെ ചെറിയ അടുത്ത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൊവ്വയിൽ ഒരു പരിവേഷണം നടത്തുന്നുണ്ട്. ഏതാ സ്റ്റുഡൻ്റ്? അതിൻ്റെ പേര് ക്യൂരിയോസിറ്റി അവിടെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക ചൊവ്വയിൽ. അപ്പോൾ ആ രീതിയിലൊക്കെ ശാസ്ത്രം പുരോഗമിച്ചതിൻ്റെ ഭാഗമായി അതുപോലെ ഒരു ബഹിരാകാശ പേടകമുണ്ട്, കുറേ
എഫ് ബിയിലും പത്രങ്ങളൊക്കെ വന്നിരുന്നു. അതേപോലെ ഒരു ഗ്രഹമായി ഇത് നിരവധി കാലം ഉറഞ്ഞ് കിടന്നു. പിന്നീട് അന്തരീക്ഷമുണ്ടാകുന്നു. അന്തരീക്ഷത്തിൽ ഓക്സിജൻ ധാരാളമുണ്ട്. അതുപോലെ ജലം ഉണ്ടായാൽ ജീവൻ്റെ തുടിപ്പുണ്ടാവും എന്നാണ്. ചത്തത് ഭീമനാണെങ്കിൽ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്. അതുപോലെയാണ് ജീവനെ പറ്റി നിലനിൽക്കുന്ന അതിൻ്റെ പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് ജലം അവസ്ഥയിൽ എവിടെയെങ്കിലും ജലം ഉണ്ടോ? എങ്ങനെ? അതികഠിനമായ സാധാരണ ഊഷ്മാവിനേക്കാളും സൂക്ഷ്മജീവികൾക്ക് കഴിയാൻ പറ്റാത്തതിനേക്കാൾ ഊഷ്മാവിൽ ഉള്ള ജലാവസ്ഥയല്ല പറയുന്നത്. ഒരു സാധാരണ ജലാവസ്ഥ ജീവന് വളരാൻ പറ്റുകയാണെങ്കിൽ അവിടെയൊക്കെ ജീവനുണ്ടാവുമെന്നാണ് പറയുന്നത്. സത്യവുമാണ്. അങ്ങനെ നമ്മുടെ ഭൂമിയിലും ജലമുണ്ടായിരുന്നു. ഈ ജലത്തിൽ നിന്നുമാണ് ആദ്യമായി പ്രഥമ ജീവൻ്റെ കണം, മാതൃകണം ജീവനായി രൂപാന്തരപ്പെട്ടത്. പ്രോട്ടോസോവെന്നോ അമീബാന്നോ എന്തെന്നാണെങ്കിലും പറയാം നമുക്ക്. പിന്നെയോ അങ്ങനെ ജലത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് ജീവൻ. അക്കാര്യത്തിൽ തർക്കിക്കാൻ പറ്റില്ല. സത്യം അതാണ്. എവിടെയും ആദ്യം ജലം വേണം ജീവൻ ഉത്ഭവിക്കണമെങ്കിൽ. ഏത് ഗ്രഹത്തിൽ ജീവൻ ഉണ്ടെങ്കിലും കണ്ടെത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് ജലമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സകല ഗ്രഹങ്ങളിലും പോയിട്ട് പാറ തുറക്കുകയും കുഴിക്കുകയും ഡ്രില്ല് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. ഇനി ഭൂമിക്കടിയിൽ ജലമുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ അന്യഗ്രഹ ജീവനുകൾ തേടിയിട്ട് വിവിധ സ്പേസ് ദൗത്യങ്ങൾ നടക്കുന്നുണ്ട്, അറിയാലോ. അപ്പോൾ അങ്ങനെ സയൻസിൻ്റെ സിദ്ധാന്തങ്ങളനുസരിച്ച് 90% ശരിയായിട്ടുള്ള സിദ്ധാന്തങ്ങളാണത്. ജീവൻ അങ്കുരിച്ച് ജലത്തിലാണ്. പിന്നെയോ കോടി വർഷങ്ങളിലെ ദശലക്ഷം കോടി വർഷങ്ങളുടെ ഭാഗമായി പരിണാമത്തിൻ്റെ ഫലമായി ഈ രീതിയിൽ കാണുന്ന ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ ആണ്. കുറേ കഴിഞ്ഞ് ഇനിയും പരിണാമത്തിൻ്റെ ഭാഗമായി പല സ്പീഷീസുകൾ ഇല്ലാണ്ടാവും. ചിലവയ്ക്ക് ഭാവമാറ്റം വരും, ചില പുതിയത് ഉത്ഭവിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് സയൻസിൻ്റെ പ്രാഥമികമായി ജീവൻ എങ്ങനെ അങ്കുരിച്ചു, പ്രപഞ്ചം ബിഗ് ബാങ് തിയറി, പ്രപഞ്ച വിസ്ഫോടനത്തെക്കുറിച്ചൊക്കെ ഒരു സാധാരണ രീതിയിൽ സയൻസ് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതും അത്ര തന്നെയുള്ളൂ. പിന്നീട് ഇതിൽ വരുമ്പോൾ പദാർത്ഥമാണോ ഉണ്ടായത്? ആദ്യമുണ്ടായത് പദാർത്ഥമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. പദാർത്ഥം എന്ന് പറഞ്ഞാൽ ഉണ്ടായതിനു ശേഷമല്ലേ ഭൂമിയിൽ ജീവനുണ്ടായത്. അപ്പോൾ ഒരു പദാർത്ഥമായി. ആ പദാർത്ഥത്തിലെ ജലം എന്ന് പറയുന്നത് ഒരു പദാർത്ഥമാണല്ലോ. ആ ജലം എന്ന് പറയുന്ന പദാർത്ഥത്തിൽ നിന്നാണ് ജീവൻ എന്ന് പറയുന്ന ഒരു വേറൊരു പദാർത്ഥം ഉണ്ടായത്. പിന്നെ ആ പദാർത്ഥത്തിന് പരിണാമം ഉണ്ടായി എന്ന് പറയുന്നത് ഇന്ന് പദാർത്ഥമായി വിലയിരുത്തുകയാണെങ്കിൽ മനുഷ്യൻ്റെ ഒരു പദാർത്ഥം സ്പീഷീസ് ബേസിക് പ്രാഥമികമായി പറഞ്ഞാട്ടോ. ഈ നിൽക്കുന്ന തെങ്ങ് ഒരു പദാർത്ഥം, അതിൻ്റെ അടുത്ത ചേമ്പ്, ഇപ്പുറത്ത് ഈ ലാങ്കി, ഈ കണ്ട ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടം നിറയുന്ന കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ, ഷഡ്പദങ്ങൾ, ഇതെല്ലാം പറയുന്ന രീതി. മറ്റൊന്ന് മുസ്ലിം മതം, പിന്നെ ഹിന്ദു മതം,
പിന്നെ പലതരം മതങ്ങളുണ്ട് അല്ലേ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് വ്യത്യസ്ത മതങ്ങൾ, ഗോത്രങ്ങൾ ഇതൊക്കെ ഉണ്ട്. വളരെ പ്രബലമായ 3 മതങ്ങളാണ്. ഹൈന്ദവ മതം, ഏറ്റവും പുരാതനമായ മതമാണ് ഹിന്ദുമതം. ഹിന്ദു ഒരു സംസ്കാരമാണെങ്കിലും മതമായി അതിനെ പൊതുവെ വിവക്ഷിക്കുന്നു. ഏറ്റവും പ്രാചീനമായ മതം എന്ന് പറയുന്നത് ഹിന്ദുമതമാണ്. ഹിന്ദുമതത്തിൽ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കഥ എല്ലാവർക്കും അറിയാം. ബ്രഹ്മാവ് ദീർഘകാലം നിദ്രയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊക്കിൾക്കൊടിയിൽ നിന്നാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ പൊക്കിൾക്കൊടിയിൽ നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെറിയ ഹിൻ്റ് തരുന്നുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. ബൈബിളിൽ പറയുന്നത് ആദിയിൽ വചനമുണ്ടായി, പിന്നെ ദൈവം തൻ്റെ ഛായയിൽ മണ്ണ് കുഴച്ചെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു, ശ്വാസം കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ വാരിയെല്ലിൽ നിന്നും അവൻ്റെ ഇണയെയും സൃഷ്ടിച്ചു. ഖുറാനിൽ എപ്രകാരമാണ് മനുഷ്യനെ ഉൽപ്പത്തി എന്ന് ഞാൻ ഖുറാൻ സമ്പൂർണ്ണമായി വായിച്ചിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഏറെക്കുറെ ബൈബിളിന് സമാനമായ രീതിയിലായിരിക്കും എന്നാണ് എൻ്റെ അനുമാനം. എനിക്ക് വ്യക്തമായിട്ട് അതറിയില്ല. അങ്ങനെ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് എല്ലാ മതങ്ങളും പറയുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു പ്രധാന ചോദ്യം വരുന്നുണ്ട്. അവിടെ വരുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യം എന്താ വെച്ചാൽ, ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ ഒരു സ്പേസ് വേണം. ഇപ്പം ദൈവത്തിന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് വേണ്ടേ? ഇപ്പം നമ്മളൊരു കളിമണ്ണ് പാത്രക്കാരൻ, അവൻ കളിമണ്ണിനുണ്ടാക്കുന്നത് ഇപ്പോൾ ഈ കളിമണ്ണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകം മണ്ണിരുന്നിട്ട് അവൻ്റെ ആലയിലിരുന്നിട്ടാണ്. ഒരു വർക്ക്ഷോപ്പുകാരൻ ഒരു സാധനം ഉണ്ടാകുന്നു വെൽഡ് ചെയ്യുന്നത് അവൻ്റെ വർക്ക്ഷോപ്പിനകത്തിരുന്നിട്ടാണ്. ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് ആ വാഹനത്തിന് ഇരുന്നിട്ടാണ്. ഈ വാഹനം ഓടുന്നത് ഭൂമിയുടെ മേലുള്ള റോട്ടിലൂടെയാണ്. ഈ കണ്ട ഈ മരങ്ങളും ഈ കെട്ടിടങ്ങളും മനുഷ്യനും ഒക്കെ നടക്കുന്നത്, മനുഷ്യൻ മാത്രം നടക്കുന്നുള്ളൂ എന്നുള്ളത് ഭൂമിയിലാണ്. അപ്പോൾ ആശയവാദികളായിട്ടുള്ള വലിയ രീതിയിലുള്ള മതപ്രബോധന രംഗത്തെ ആളുകൾ അല്ലെങ്കിൽ വിശ്വാസ സംഹിതകളൊക്കെ പറയുന്നത് സൃഷ്ടിച്ചതാണ് മനുഷ്യനെ എന്നാണ്. ദൈവം സൃഷ്ടിച്ചതാണ്, അദൃശ്യനായ ഒരു ദൈവം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്നു, സയൻസ് ചോദിക്കുന്നു, ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ ഒരു സ്പേസ് വേണം. അത് വേണ്ടേ? ശൂന്യതയിലെ ആൾക്കാരിങ്ങനെ ബഹിരാകാശത്ത് റെക്കോർഡ് ഇടാറുണ്ട്, നമ്മൾ ഭൂമിയിലാണ് നടക്കുന്നത് അല്ലേ?
ഉപമുഖ്യമന്ത്രിമാർക്ക് ഇന്നത്തെ ഗോത്രങ്ങളായി ആ ഉടമകളാണ് പിന്നീട് ഫ്യൂഡലിസത്തിലേക്ക് മാറിയത്. ആ കാലത്തെ ഒരു വിഭാഗക്കാരാണ് ഈ ഉടമകളുടെ ൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേഷ്ടാവായി നിന്ന ആളുകൾ ജമ്മത്വത്തിലേക്ക് വന്നപ്പോഴും ആ തരത്തിലായി. അങ്ങനെ വിവിധ ഗോത്രങ്ങളായി ഒരു ഉടമ മാത്രമല്ല, ഒന്നിലധികം ഉടമകളുണ്ട്. ഒരുപാട് ഉടമകൾ വന്നപ്പോൾ ഓരോ ഉടമകൾ അവർ ഒരു പ്രത്യേക മതം ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ. അപ്പം നമ്മളിവിടെ ഇന്ന് ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്ന പോലെ ഓരോരുത്തർക്കും പാർട്ടി ഉണ്ടാക്കാം. ആ രീതിയിൽ അങ്ങനെ വിവിധ മതങ്ങളുണ്ടായി. ഈ മതങ്ങളുണ്ടാകുമ്പോൾ ആദ്യമൊക്കെ പ്രപഞ്ച ശക്തികളെ ആരാധിച്ചിരുന്നു ഒരു വിഭാഗം ആളുകൾ. എന്തിനെ? തീനെ, കാറ്റിനെ, മിന്നലിനെ ഒക്കെ ദേവതകളായി കണ്ട് അതിനെ ആരാധിച്ചിരുന്നു മനുഷ്യൻ ആദിമകാലത്ത്. പിന്നീട് ഒരു വിഭാഗം മനുഷ്യരോ കല്ല്, ഏറ്റവും ആദ്യകാലത്തെ കാര്യം പറയണേ. അന്നൊന്നും ഈ മറ്റേ ഇസ്ലാം മതമൊന്നും ആവിർഭവിച്ചിട്ടില്ല. 2000 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാം മതം ആവിർഭവിക്കുന്നത്. ഏകദേശം അത്രയ്ക്കൊക്കെ പഴക്കം തന്നെയാണ് ക്രിസ്ത്യൻ മതത്തിനുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനു മുമ്പുള്ള ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായി പറയുന്നത്. പ്രാകൃതിക ശക്തികളെ ദൈവമായി കണ്ട് ആരാധിക്കാൻ തുടങ്ങിയ ഒരു വിഭാഗം ആൾക്കാർ. പിന്നീട് അവർ കല്ല് കണ്ടിട്ടില്ല. ഇപ്പോഴും ഹൈന്ദവ മതത്തിൻ്റെ അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായി പിന്നീട് അത് കല്ല്, മൃഗങ്ങളെ ആരാധിക്കുന്ന സർപ്പത്തെ ദേവതയായിട്ടാണ് കാണുന്നത്. സൂര്യനെ, ചന്ദ്രനെ, ഇതിനെല്ലാം ആരാധിക്കാൻ തുടങ്ങി ആദ്യം. പിന്നെ വൈദിക മതത്തിൻ്റെ കാലഘട്ടത്തിലെത്തിയപ്പോൾ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഭാഗമായി എല്ലാം ഇതിനൊക്കെ അമ്മ ദൈവമായിരുന്നു. ദ്രാവിഡ ഇതിന് അമ്മ എന്നുള്ള രീതിയിലാണ് കൂടുതൽ ആരാധന വരുന്നു. പിന്നെ വൈദിക മതം, വൈഷ്ണവ മതം വന്നപ്പോഴോ ആരാ? മഹാവിഷ്ണു, ഇന്ദ്രനാണ് പ്രധാനപ്പെട്ട ദേവതയായിട്ട് ആദ്യം വൈഷ്ണവ മതം അംഗീകരിക്കാൻ തുടങ്ങിയത്. പിന്നെ സൂര്യൻ, അങ്ങനെയൊക്കെ വന്ന് ഇന്ദ്രസങ്കല്പം, സൂര്യസങ്കല്പം, അവസാനം വൈദിക മതത്തിൻ്റെ വൈദിക മതം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബ്രാഹ്മണ മതത്തിൻ്റെ പ്രധാനപ്പെട്ട ദേവത മഹാവിഷ്ണുവാണ്. ആ ദ്രാവിഡ വിഭാഗക്കാരെ പ്രധാന ദേവത ശൈവ മതക്കാർ എന്നാണ് ദ്രാവിഡ വിഭാഗത്തെ പറയുക. ശിവനാണ്. മനസ്സിലായില്ലേ? ദ്രാവിഡ വിഭാഗത്തിലെ ഏറ്റവും അതിൻ്റെ അവാന്തര ഉപജാതി വിഭാഗത്തിൽ താഴെപ്പെടുന്നവരുടെ ഇഷ്ടവിഭാഗമാണ് ഭഗവതി സങ്കല്പങ്ങൾ. വൈദിക മതത്തിനും ദ്രാവിഡ മതത്തിനും ഭഗവതി സങ്കല്പമുണ്ട്. എങ്കിൽ കൂടുതൽ പ്രാമുഖ്യം ഈ പറയുന്ന രണ്ട് ദേവതകൾക്കാണ്. താഴോട്ട് പോരുന്തോറും ഭഗവതി, ആ ഭഗവതിനെ ഏറ്റവും കൂടുതൽ ഉപദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ദൈവസങ്കല്പം സമ്പ്രദായം, അതുപോലെ തന്ത്ര അല്ലേ, ഭഗവതി, ഭുവനേശ്വരി, ഭദ്രകാളി, പോലെ ഗുളികൻ, ചാത്തൻ, കരിങ്കുട്ടി, 490 ചാത്തന്മാർ, അതുപോലെ അങ്ങനെ ഇതൊക്കെ
കേൾക്കുന്ന ദൂരം അതിൻ്റെ പ്രശ്നം കൊണ്ടാവും കേൾക്കാത്തത്. ഇപ്പോൾ കേൾക്കാനുണ്ടോ? ഇതാണ് പ്രശ്നം. ഇപ്പം ഇത് പറയണം, എത്ര നല്ലത് മേടിച്ചാലും പിന്നെ കേൾക്കാത്ത പ്രശ്നം വരും. ഇപ്പോൾ കേൾക്കും, മൊബൈൽ ക്യാച്ച് ചെയ്തോളും. അപ്പോൾ ഇസ്ലാം മത ആചാര രീതികൾ ഇതര മതങ്ങളിൽ നിന്നും, ഇതര മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മതം ഒന്നുകൂടി ഈ രീതിയിലാണെങ്കിൽ അവർ ഞായറാഴ്ച ഒരു കുർബാനി ഇതിനും ആണ് കുറച്ച് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. പക്ഷേ ഇസ്ലാം മതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ മതത്തിൽ 5 നമസ്കാരമാണ്. 5 നമസ്കാരം ഇപ്പോൾ പള്ളിയിൽ പോയിട്ട് പറ്റിയില്ലെങ്കിൽ അതാത് സ്ഥലത്ത് അതിനുമായ ഒരു രീതി അനുശാസിക്കുന്ന രീതിയിൽ നിസ്കരിക്കണം. അതുപോലെ ശുചിത്വത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു മതമാണ് ഖുർആൻ മതം. മറ്റുള്ളവരൊന്നും കൊടുക്കുന്നില്ല എന്നല്ല. ഞാൻ ശിവഗിരിയിൽ പണ്ട് ഞാൻ ആശ്രമത്തിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി കൺവീനർ ആയിരിക്കുമ്പോൾ ആശ്രമത്തിൻ്റെ അധിപനായിരുന്ന ബ്രഹ്മശ്രീ അവിയാനന്ദ സ്വാമികളുടെ ശിഷ്യനായിരുന്നു ദീർഘകാലം. ഞാൻ പല മതങ്ങൾ ചേരുന്ന ഇതുണ്ടാവുമല്ലോ, സദസ്സുകൾ. ക്രിസ്ത്യൻ മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ഹിന്ദു മതത്തിൻ്റെയൊക്കെ ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ കൂടുന്ന ഈ സദസ്സുകളുണ്ട്. വളരെ ഗൗരവമായ രീതിയിലുള്ള, എന്നുവെച്ചാൽ ഗൗരവം എന്ന് പറഞ്ഞാൽ വളരെ പേടിപ്പെടുത്തുന്നതെന്നല്ല, അതിൻ്റെ ഓരോ മതത്തിൻ്റെയും ഓരോ മതരീതികളുടെയും നല്ല വശങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സുകൾ, അത് നിരവധി അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് ഏറെക്കുറെ കോഴിക്കോട് വരെയുള്ള പാലക്കാട് ഒക്കെയുള്ള പല സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. സ്വാമിയുടെ കൂടെ പോവുക, അങ്ങനെ ഞാനത് പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു, നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലയിലുള്ള ഒരു തവണ ഞാൻ ശിവഗിരി അത്തവണത്തെ സമ്മേളനത്തിന് ഇദ്ദേഹമാണ് ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട വലിയ പ്രഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ ശുചിത്വത്തെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ കേട്ടു. അപ്പോഴാണ് ശുചിത്വ ബോധത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഇസ്ലാം മതമാണെന്നുള്ള ഇതൊക്കെ ക്ലാസ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അതിനു മുമ്പേ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ശുചിത്വത്തിന്, വ്യക്തി ശുചിത്വത്തിനും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന മതമാണ് ഇസ്ലാം മതം. ഓരോ മതത്തിലും ഉള്ള ആളുകൾ എത്ര കണ്ട് അത് നടത്തപ്പാക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും മതത്തിൻ്റെ കുഴപ്പമല്ല. അപ്പോൾ അവർ അതുപോലെ മൃതദേഹം ഇത് ചെയ്യുമ്പോൾ നഖത്തിൻ്റെ ഉള്ളിലടക്കം അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞ് നിസ്കരിക്കുന്ന പള്ളികളൊക്കെ കണ്ടിട്ടില്ലേ, ഈ വെള്ളം വെച്ചിട്ട് കൈയും കാലും മുഖമൊക്കെ കഴുകി വൃത്തി മസ്റ്റാണ് അവരെല്ലാ പ്രവൃത്തികളിലും. ഇനി ഞാൻ തുടർന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, അവരുടെ വൃത്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് ലോക പ്രശസ്തവുമാണ്. അപ്പോൾ അങ്ങനെ ഇന്ന പോലെ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു. അവരുടെ ഈ ഇസ്ലാം മതത്തിലെ ഈ നമസ്കാര രീതി തന്നെ ഒരു സൂര്യ നമസ്കാരത്തിൻ്റെ വേറൊരു ലെവൽ എന്ന് പറയാം. അത് മനസ്സിനും ശരീരത്തിനൊക്കെ ആധ്യാത്മികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ട് വരും റിലീഫ് ചെയ്യുന്ന രീതികളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 3 മതങ്ങൾ നമ്മൾക്കിപ്പോൾ നമ്മുടെ ഇന്ത്യയിലും പ്രധാനപ്പെട്ട ഈ 3 മതങ്ങളുണ്ട്. ലോകത്തിലെ മറ്റ് രീതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഈ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് കടന്നു ചെല്ലാം. മതങ്ങളാണ് വിഷയം, മതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പൊതുവെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഖുർആൻ പരിപൂർണമായി വായിച്ചിട്ടില്ല. ബൈബിള് വലിയ രീതിയിൽ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാൻ പഴഞ്ഞി സൺഡേ സ്കൂളിൽ ഞായറാഴ്ച ഞാൻ പഠിക്കാൻ പോയിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ചെറുതുരുത്തിയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേരേ ഉള്ളൂ. അത് കൂടി ഇപ്പോൾ 10 വീടുണ്ടാവില്ല.
എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ ഭവനുണ്ട്. എൻ്റെ സഹപാഠി ഷീന എന്ന് പറയുന്ന പെൺകുട്ടി, കുട്ടൻ ജോയൊക്കെ എൻ്റെ സമപ്രായക്കാരനാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ അവരുടെ കൂടെ ഞാനും പോകും ബൈബിൾ ക്ലാസ്സിലേക്ക്. ബൈബിളൊക്കെ തന്നിട്ട് ബൈബിളിൽ ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് ഞാനും. അപ്പോൾ അങ്ങനെ വന്ന് ഈ മതങ്ങളെല്ലാം ബൈബിൾ വായിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ, യേശുക്രിസ്തു എന്ന് പറയണേ ഗോഡ് ഈസ് ലവ്, സ്നേഹമാണ് ദൈവം. അതുപോലെ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ മറ്റുള്ളവരെ കല്ലെറിയുവിൻ. പിന്നെ എന്താ പറയുക, നിന്ദിതരും പീഡിതരും പാപികളും ഒക്കെ ആയ ആളുകൾ എൻ്റെ അടുക്കലേക്ക് വരും, ഞാൻ നിങ്ങളുടെ സൗഖ്യം തരാം. മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്ത്യൻ മതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ആയിട്ട് ഞാൻ കണ്ടത് അതാണ്. കാരണം പൊതുവേ ഈ ഇസ്ലാം മതവും ഹൈന്ദവ മതവും പാപികളുടെ നേർക്ക് കാണിക്കുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ പാപം ചെയ്തവർ നികൃഷ്ടരാണ്, എല്ലാ രീതിയിലും അങ്ങനെയാണല്ലോ. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് പാപികളാകുന്ന ആളുകളെ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു ദൈവം, അല്ലെങ്കിൽ പാപം ചെയ്തപ്പെട്ടവർ ഏതെങ്കിലും സാഹചര്യത്താൽ പാപം ചെയ്തവരോ പാപികളായവരെ അങ്ങനെ പാപികളായി മുദ്ര കുത്തിയിട്ട് അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയേണ്ടതല്ല, അല്ലെങ്കിൽ കൊന്നു കളയേണ്ടവരല്ല, മറിച്ച് അവർ ദൈവത്തിൻ്റെ സന്നിധികളാണ്. അവർക്ക് പ്രായശ്ചിത്തമുണ്ടാക്കി അവരെ വീണ്ടും നമ്മൾ ഈ എന്താ പറയുക സ്വർണം ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്ത് അവരെ നമ്മൾ നെഞ്ചോട് ചേർക്കേണ്ടതാണ് എന്നുള്ള വലിയ ഉദാത്തമായ ഏറ്റവും വലിയ ആ രീതിയിൽ ഒരു സങ്കല്പം വേറൊരു മതത്തിലില്ല. അത് ബൈബിളിൽ മാത്രമേ ഉള്ളൂ. പാപികളെ രക്ഷിക്കുക, പാപികളെ പാപത്തിൽ നിന്നും മോചിതരാക്കുക. ഇനി പാപം ചെയ്തു പോയിച്ചെങ്കിൽ അതിൽ പശ്ചാത്തപിച്ചാൽ അവർക്കും സ്വർഗരാജ്യം ലഭിക്കും. ആ രീതിയിൽ പാപികളെ നെഞ്ചോട് ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്ന ഒരു മതമാണ് ക്രിസ്തു മതം. പാപികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്രിമിനലുകളെയും ഇങ്ങനെ വാരി നെഞ്ചത്ത് പിടിച്ചിട്ട് ആരെന്നെ വേണമെങ്കിലും കൊന്നോളെ, ആരെ വേണമെങ്കിലും ബലാത്സംഗം ചെയ്തോളെ, എന്ത് തെറ്റ് വേണം ചെയ്തോളെ, എന്ത് വേണമെങ്കിലും കട്ടെടുത്തോളെ എന്ന് പറഞ്ഞിട്ട് അതിന് പ്രേരിപ്പിക്കുകയല്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വിവിധ രീതിയിൽ പാപം ചെയ്തു പോയവരെ ആ രീതിയിൽ അവരെ ജീവിതകാലം മുഴുവൻ പാപികളായി കണക്കാക്കി അവരെ കഠിനഹൃദയരാക്കി കളയരുത് എന്ന് പറയുന്ന ഒരു രീതിയാണ്. കുമ്പസാരം വേറൊരു ലൈനാണ്. അതാണ് അതിൻ്റെ ഒരു രീതി. അതിനു വേണ്ടിയിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ഡ്രഗ് അഡിക്ഷൻ സെൻ്ററുകൾ തന്നെ നടത്തുന്നത് ക്രിസ്ത്യൻ മിഷനറി ആളുകളാണ്. ഏറ്റവും കൂടുതൽ പല ഈ ട്രൈബൽസ്, ആദിവാസി മേഖല, അതുപോലെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലത്തൊക്കെ മിഷനറി പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഏർപ്പെട്ടിട്ടുള്ളത് ക്രൈസ്തവ മതമാണ്. അതുപോലെ വളരെ ബുദ്ധിമുട്ട് മീൻസ് എന്നറിയാലോ, ആ സാഹചര്യത്തിൽ പോയി എത്ര ത്യാഗം സഹിച്ചിട്ടാണ്. ഒരുപാട് ഉദാഹരണങ്ങളിലാണ്. ഒരു ദയാബായി മിഷനറി പ്രവർത്തനത്തിന് പോയി ആദിവാസികൾക്കിടയിൽ പോയിട്ട് അവരുടെ ജീവിത ശൈലി ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ക്രിസ്ത്യൻ പുരോഹിതന്മാരും പുരോഹിതകളും വലിയ രീതിയിൽ ഈ ത്യാഗം, സാക്രിഫൈസിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു മതം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മതമാണ്. അതുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മടുപ്പുളവാക്കുന്ന പ്രവൃത്തി ചെയ്യാൻ വലിയ താല്പര്യന്മാർക്കുണ്ടാവില്ലല്ലോ. മദർ തെരേസ കണ്ടിട്ടില്ലേ? കുഷ്ഠരോഗികളുടെ അടുത്ത് പോയിട്ട് അവരുടെ ഇടപഴകാൻ നോർമലി നമുക്ക് വലിയ പ്രയാസമായിരിക്കും ഇല്ലേ? വലിയ ഡയലോഗ് അടിച്ചാലും. അങ്ങനെ ഒരുപാട് മദർ തെരേസമാർ ഈ ക്രിസ്ത്യൻ മതസമൂഹത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകളെ സൗഖ്യം ചെയ്യുക, പാപം ചെയ്ത ആൾക്കാരുടെ അത് മഗ്ദലന മറിയത്തെ അവർ ആൾക്കൂട്ടം പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കൊല്ലാൻ നിർദ്ദേശം കൊടുക്കുമ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയുക എന്ന് ക്രിസ്തുവിൻ്റെ ആഹ്വാനം വളരെ പ്രശസ്തമാണ്. പിന്നെ അധികം പറയുന്നു,
ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം ഇതിലേക്ക് പറയേണ്ട കാര്യമില്ല. പൊതുവെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രബല മതങ്ങളായ ഹിന്ദു മതത്തെക്കുറിച്ച്, ഇസ്ലാം മതത്തെക്കുറിച്ച്, ക്രിസ്ത്യൻ മതത്തെക്കുറിച്ച് പൊതുവെ സ്പർശിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞാൽ വളരെ നല്ല നല്ല പ്രബോധനങ്ങളാണ്. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. എന്ത് പറയുന്നു? നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിൻ്റെ പരിസരത്തുള്ളവർ വല്ലവരും പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അവരെയും കൂടി വിശപ്പടക്കിയിട്ട് വേണം നീ വിശപ്പടക്കാൻ പറയുന്നു. മറ്റൊന്ന് പറയുന്നു, ഖുർആനിലെ പ്രവാചകൻ പറയുന്നു, നീ തൊഴിൽ ചെയ്താൽ വരമ്പത്ത് തന്നെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. അതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കണം. അങ്ങനെ നോക്കിയാൽ എല്ലാ മതഗ്രന്ഥങ്ങളും പരിപൂർണമായി പരിശോധിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം പറയുന്നത് പോസിറ്റീവായ കാര്യങ്ങളാണ്. ക്രിസ്തുദേവൻ ഒരിക്കൽ അതിൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കിയവനെന്ന് പറഞ്ഞ് ചാട്ടവാറടിച്ച് ആൾക്കാരെ പോയിട്ട് അടിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഖുർആൻ പറയുന്നതും ഉദാത്തമായ സാഹോദര്യത്തെക്കുറിച്ച്, വൃത്തിയെക്കുറിച്ച്, വൃത്തിയും വെടുപ്പുമായി നല്ല രീതിയിൽ മറ്റുള്ള സഹോദരന്മാരും ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തി, ആളുകൾ പണിക്ക് കൊടുത്താൽ അവനെ കൂലി കൊടുക്കണം, സമയത്ത് കൊടുക്കണം, പലിശ ചെയ്യരുത്. എൻ്റെ ആ ബാറ്ററി അവിടെ ഇരിക്കുന്നുണ്ടാവും, അതൊന്ന് തരൂ, ഇതിൻ്റെ ചാർജ് കുറഞ്ഞു തുടങ്ങി എന്ന് പറയുന്നു. അതുപോലെ ബൈബിളിലാണെങ്കിൽ പാപം ചെയ്തവരും നിന്ദിതരും പീഡിതരും ക്രൂശിതരും പാപികളും എല്ലാം എൻ്റെ അടുത്തേക്ക് വരും, ഞാൻ നിങ്ങൾക്ക് സൗഖ്യം തരാം. ഒട്ടകം സൂചിക്കുള്ളിൽ കിടക്കുന്നത് പോലെയാണ് ധനവന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അതുപോലെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഗോഡ് ഈസ് ലവ്, സ്നേഹമാണ് ദൈവം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു ഡെഫിനേഷനില്ല. അതുപോലെ ഹിന്ദു സംസ്കാരമാണ് മതം എന്ന പേരിൽ വീക്ഷിക്കുന്നെങ്കിലും അതൊന്നും കൂടി വളരെ വിശാലമായ പ്ലാറ്റ്ഫോമിലേക്കല്ലോ. ലോകം തന്നെ ഒരു കുടക്കീഴിലാണ്. ഈ ലോകത്തുള്ളവർ എല്ലാവരും ഒന്നാണ്. എല്ലാവർക്കും ലോകോ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തുള്ള എല്ലാവർക്കും സൗഖ്യമുണ്ടാകട്ടെ. അതുപോലെ അതിൻ്റെ എല്ലാ ആളുകളും പറയുന്നത് ഇതുപോലെ തന്നെയാണ്, ആളുകളെ സഹായിക്കുക. അപ്പോൾ പ്രഥമദൃഷ്ടിയെ നോക്കുമ്പോൾ എല്ലാ മതങ്ങളും പറയുന്നത് പല മതവും ഏകസാരം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു അല്ലേ? മതങ്ങൾ പലതാണ്, പക്ഷെ അതിൻ്റെ സാരം ഒന്നാണ് അല്ലേ? അദ്വൈത ദർശനമാണ് എല്ലാറ്റിലുള്ളത്. എന്താ പറയണത്? എല്ലാ മതങ്ങളും പറയുന്നു ആളുകളെ സ്നേഹിക്കാൻ പറയുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുന്നവന് ഭക്ഷണം കൊടുത്തൊന്ന് ഉറപ്പ് വരുത്തണം എന്ന് പറയുന്നു, പണിയെടുത്തവന് കൂലി സമയത്ത് കൊടുക്കാൻ പറയുന്നു, വൃത്തിയും വെടുപ്പിലും ജീവിക്കാൻ പറയുന്നു. ഈ പാപം ചെയ്തു പോയവരാണെങ്കിൽ അതോർത്ത് അവരെ പാപികളായിട്ട് അങ്ങനെ തല്ലിക്കൊല്ലാൻ അവരെ പ്രായശ്ചിത്തത്തിന് കൊടുത്ത് അവരെ നല്ലവരാക്കി മാറ്റേണ്ടതെന്ന് പറയുന്നു. ദാനം ചെയ്യാൻ പറയുന്നു, സക്കാത്ത്, ഖുർആനിൽ സക്കാത്ത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാവുന്നുണ്ട്. എന്താ വ്യക്തമാവുന്നത്? മതങ്ങളെല്ലാം ഉദ്ബോധിക്കുന്നത് സാഹോദര്യവും സ്നേഹവും നന്മകളുമാണ്. വല്ല തർക്കമുണ്ടോ? അവരെ സ്നേഹിക്കാനും അവരെ മതത്തിലുള്ളവരെ ആദരിക്കാനും സ്നേഹിക്കാനും ആരെയും നിന്ദിക്കരുതെന്നും കഴിയാവുന്ന സഹായം എല്ലാവർക്കും ചെയ്യണമെന്നും ലോകം തന്നെ ഒരു മേൽക്കൂരയാണ് എന്നും ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്നും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നും എല്ലാവരോടും കരുണ കാണിക്കണമെന്നും പ്രവാചകൻ പറയുമ്പോൾ അവൻ പറഞ്ഞു വരുമ്പോൾ മതങ്ങളല്ല കുഴപ്പം. മതങ്ങൾ വല്ല കുഴപ്പം പറയുന്നുണ്ടോ? പരിശോധിച്ച് നോക്കൂ. എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ ആരാണ് പറയുന്നത്? ആരാ? ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ. ഈ രാജ്യത്ത് മുഴുവൻ കുഴപ്പമുണ്ടാകുമ്പോൾ, തീവ്രവാദം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ,
അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ചില മതത്തെ കുറ്റം പറയുകയാണ്. മതം എങ്ങനെയാണ് മതം ചെയ്യാത്ത തെറ്റിന് കുറ്റക്കാരാകുന്നത്? ഒരു മതത്തിൻ്റെ പ്രവാചകന്മാരും ആരോടും തെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നന്മകൾ ചെയ്യാനാണ് പറയുന്നത്. വീണ്ടും വീണ്ടും ഉദ്ഘോഷിക്കുന്നത് സാഹോദര്യത്തിനാണ്, ഉദ്ഘോഷിക്കുന്നത് സഹവർത്തിത്വത്തിനാണ്, ഉദ്ഘോഷിക്കുന്നത് സ്നേഹിക്കാനാണ് ഉദ്ഘോഷിക്കുന്നത്. മറ്റുള്ളവരുടെ കണ്ണീരടക്കാനും വിശപ്പടക്കാനും ചൂഷണത്തിനെതിരെയും പീഡനത്തിനെതിരെയെല്ലാം പ്രതികരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് മതം കുഴപ്പക്കാരനാവുക? പിന്നെ എങ്ങനെയാണ് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മതത്തെ മാത്രം കുഴപ്പമുള്ള മതമെന്ന് പറയാൻ പറ്റുക? പറ്റില്ലല്ലോ, ഒരിക്കലും പറ്റില്ല. അപ്പോൾ പൊതുവെ കാണപ്പെടുന്ന ഒരു ഇതുണ്ട്, ഒരു വിഭാഗം ഞാൻ കണ്ടു, ഇസ്ലാം സമം ഭീകരത. എല്ലാവരും പറയുന്നതല്ല, ഒരു വിഭാഗം ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മതത്തിൻ്റെ ആളുകളല്ലാത്ത, മതങ്ങൾ നല്ലത് പറയുന്ന, അത് ഉദ്ഘോഷിക്കാത്ത അല്ലെങ്കിൽ അത് പാലിക്കാത്ത ഒരു വിഭാഗം ആളുകൾ പറയുകയാണ്. ഒരു വിഭാഗം ആളുകൾ എങ്ങനെ നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഹൈന്ദവത സമം ഭീകരത, എങ്ങനെയാണ് നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റുക? ഹൈന്ദവത അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഹിന്ദു സംസ്കാരം അങ്ങനെ പറയുന്നില്ലല്ലോ, ഇസ്ലാം ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, പ്രവാചകൻ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ മതത്തിലാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആ മതത്തിൻ്റെ നല്ല കാര്യങ്ങൾ ബൈബിൾ അതുപോലെ യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെല്ലാവരും ക്രൂരത ചെയ്യൂ, നിങ്ങൾ തീവ്രവാദ പ്രവർത്തനം നടത്തൂ, നിങ്ങൾ മതങ്ങളെ തമ്മിലടിപ്പിക്കൂ, നിങ്ങൾ ജനങ്ങളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കലാപമുണ്ടാക്കൂ, ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കൂ, മതനിരപേക്ഷതയ്ക്ക് തകർക്കൂ, വർഗീയത വളർത്തൂ, അന്ധവിശ്വാസം വളർത്തൂ എന്ന് ഏതെങ്കിലും മതത്തിൻ്റെ പ്രവാചകന്മാർ ഉദ്ഘോഷിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ആരാണ് കുഴപ്പക്കാർ? ഒരു വിഭാഗം, എല്ലാ പുരോഹിതരും അല്ല, ഒരുപാട് നല്ല പുരോഹിതന്മാരുണ്ട്. 100 പുരോഹിതന്മാർ എല്ലാ മതത്തിലെയും നല്ലതാണെങ്കിൽ 1-2 പുരോഹിതന്മാർ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളുണ്ട്. എല്ലാ മതങ്ങളും നല്ലത് പറയുമ്പോൾ, ആ മതത്തിൻ്റെ നല്ല വശങ്ങൾ എല്ലാ മതത്തിലെയും പുരോഹിതന്മാർ പറയുമ്പോൾ, ആ മതത്തിലെ സ്വാഭാവികമായി മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന നല്ല ദർശനങ്ങളെ കടക്കൽ കത്തിവെക്കുന്ന, ജനങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെ, ജനങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തെ, ജനങ്ങൾ തമ്മിലുള്ള പരസ്പര ഊഷ്മള ബന്ധത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ജീവിതത്തെ, മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കാൻ വേണ്ടി, കലാപമുണ്ടാക്കാൻ വേണ്ടി ചെകുത്താനായി നടക്കുന്ന ചില ആളുകളുണ്ട്. ആ ചെകുത്താനായി നടക്കുന്ന ചില ആളുകൾ അവരുടെ കുൽസിത പ്രവൃത്തികൾക്ക് വേണ്ടി ആ മതത്തെ അവരുടെ മേൽവിലാസമാക്കി മാറ്റുന്നതാണ് കുഴപ്പം. നിങ്ങൾ പരിശോധിച്ച് നോക്കി എനിക്ക് മനസ്സിലാവും. ആ ബാറ്ററി ഒന്ന് എടുത്തു തരുമോ? ഹലോ, പറഞ്ഞേ. ഇതൊന്നും എടുത്തോ അല്ലേ? അപ്പം മതത്തെക്കുറിച്ച് ഏകദേശം ബോധ്യമായല്ലോ. മതങ്ങൾ എങ്ങനെ ഉത്ഭവിക്കപ്പെട്ടു, മതങ്ങൾ എന്താണ് പറയുന്നത്, മതങ്ങളിലെ പ്രവാചകന്മാരെല്ലാവരും ഒരേ സ്വരത്തിൽ എന്താണ് പറയുന്നത്, എല്ലാ മതവും പ്രധാനമായി ജിഹ്വ എന്താണ്, ജിഹ്വ നാവ്, എല്ലാം ഒരേ സ്വരത്തിൽ എന്താണ് പറയുന്നത്, നന്മ. എൻ്റെ പവർ ബാങ്ക് എടുത്തു തരൂ, അവിടെ ചാർജിനിട്ട ബാസ്ക്കറ്റിലുണ്ടാവും അല്ലേ? അപ്പം മതം കുഴപ്പക്കാരനാണോ? പിന്നെ എന്തിനാണ് നമ്മൾ മതത്തെ കുഴപ്പം ചാരുന്നത്? എന്തിനാണ് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മതം സമം ഭീകരതയാണ് എന്ന് നമ്മൾ പറയുന്നത്? എന്തിനാണ് നമ്മൾ ഹിന്ദു ഭീകരത എന്ന് പറയുന്നത്? എന്തിനാണ് നമ്മൾ ഇസ്ലാം ഭീകരത എന്ന് പറയുന്നത്? എന്തിനാണ് നമ്മൾ ക്രിസ്ത്യൻ ഭീകരത, മതഭീകരത എന്ന് പറയുന്നത്? അങ്ങനെ പറയാൻ പാടില്ല. കാരണം ആ മതങ്ങൾ പ്ലാൻ ചെയ്തിട്ട് മതങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടല്ല അതിനകത്തുള്ള ഞാൻ ഈ പറഞ്ഞ 1000-ൽ ഒരാൾ പോരെ.
പാല് പുളിപ്പിക്കാൻ നല്ല പാലിലേക്ക് തൈരിൻ്റെ ഒരു ഒരു ചെറിയൊരു അംശം ഇട്ടാൽ മതി, അത് നശിക്കും, കേടാവും. ശുദ്ധമായ 10,000 ലിറ്റർ ജലത്തിലേക്ക് മണ്ണെണ്ണയുടെ 1-2 ആറ്റം ചെന്നാൽ മതി. ആ മുഴുവൻ മണ്ണെണ്ണയും മുഴുവൻ ജലവും പിന്നെ മണ്ണെണ്ണയുടെ സ്മെല്ലാവുക, കുടിക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ പകൽ പോലെ വ്യക്തമല്ലേ? മതം തെറ്റുകാരനല്ല, മതത്തെ വെറുതെ വിട്ടേക്കൂ എല്ലാവരും. ഓക്കെ, ഇനി ഈ മതത്തെ നമ്മൾ എങ്ങനെ ആധുനികകാല ജീവിതവുമായി കൂട്ടിയോജിപ്പിക്കുക? വർഗീയതയ്ക്ക് ഉണ്ടാകുന്ന വർഗീയത ഇതിനകത്തൊരു തലക്കെട്ടാണ്. ആ വർഗീയത എങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വർഗീയത എടുത്ത് പറയേണ്ടതില്ല. ഇനി പറയാനുള്ളത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് ആരാ? ഏതെങ്കിലും മതത്തിലെ, സനാതന മതത്തെയോ ക്രിസ്ത്യൻ മതത്തിലെയോ ഇസ്ലാം മതത്തിലെയോ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടോ അന്ധവിശ്വാസം ചെയ്യണമെന്ന്? ഉണ്ടോ? തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ആരാ അന്ധവിശ്വാസങ്ങൾ നടപ്പാക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് പൗരോഹിത്യത്തെ ഒന്നടങ്കം നമുക്ക് വിമർശിക്കാൻ കഴിയില്ല. പുരോഹിതന്മാരിൽ, ആയിരക്കണക്കിന് പുരോഹിതന്മാരിൽ, അല്ലെങ്കിൽ പുരോഹിതനാണ് അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പ്രത്യേക ആളാണ് എന്ന് പറഞ്ഞിട്ട് രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗമുണ്ടാക്കി, ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി, ഒരു ചെറുകൂട്ടത്തെ ഉണ്ടാക്കി, അവരുടെ മേലാളായിരുന്ന് നല്ല ഈ സാത്താൻ, ചെകുത്താൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും എന്ന് പറയും. അത് ഈ ലോക പ്രപഞ്ചത്തിലുണ്ട് ആ സംഗതി. എന്നിട്ടോ അതിൻ്റെ പേരിൽ നിരപരാധികളായ, ഒരു തെറ്റും ചെയ്യാത്ത മതവും പഴി കേൾക്കണം. ആ മതത്തിലെ ഭൂരിഭാഗം വരുന്ന ഒരു തെറ്റും ചെയ്യാത്ത നല്ല മനുഷ്യരും പഴി കേൾക്കണം, അല്ലേ? നീ എപ്രകാരമാ ഈ നല്ല മതത്തെ ആരാ ചീത്ത, അതിലൊരു വിഭാഗം ആളുകളെ ചീത്തയാക്കുന്നത്? അതാരാണെന്നറിയോ നിങ്ങൾക്ക്? അവരാണ് നേരത്തെ പറഞ്ഞ ഈ ഫ്യൂഡൽ പ്രഭു അല്ലെങ്കിൽ മുതലാളിത്തം. അപ്പോൾ നമുക്ക് തോന്നും, എന്തിനാ ഈ മുതലാളിത്തത്തിന് ഈ ആളുകളെ, മതത്തിലെ ആൾക്കാരെ നാശാക്കേണ്ടത്? എന്തിന്? വല്ല അജണ്ട ഉണ്ടോ? ഉണ്ട്. എന്തിനാ അത്? എന്താ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ? ജന്മിത്വം. ജന്മിത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നും മാറി ഈ ഉടമ മാറിയ രണ്ടാം സ്റ്റെപ്പ്. അപ്പോൾ ഈ പറയുന്ന സമൂഹത്തിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവുക? ഈ നാട്ടിലിപ്പോഴത്തെ സ്ഥിതി എന്താ? സമത്വമില്ലായ്മ. നിലനിൽക്കുന്ന അന്തരീക്ഷം സമത്വപൂർണ്ണമാണോ? എന്താ സമത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുവിധം എല്ലാവരും തിരക്കിടില്ലാത്ത, വലിയ കഷ്ടപ്പാടും പ്രയാസമൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടും ചെറിയൊരു വീടും എടുക്കാൻ വസ്ത്രവും ജോലിയൊക്കെ ആയിട്ട് കഴിയണം. ആ സമത്വമാണോ ലോകത്തിലുള്ളത്? അല്ല. ലോകസമത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണോ? താല്പര്യമുണ്ടോ? ലോകത്തിൽ 100% വരുന്നവരിൽ 95% വരുന്നവരും വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ്. 5% മാത്രമേ ഉള്ളൂ. ഈ ലോകത്തെ 95% പേർക്കും സുഖസുന്ദരമായി ഭൂമിയിൽ ജീവിക്കാൻ കഴിയാവുന്ന വസ്തുവകകളും സ്വത്തും സമ്പത്തും വജ്രങ്ങളും ആഭരണങ്ങളും മില്യനും ട്രില്യനൊക്കെ കണക്ക് ഡോളറുകൾ ഇങ്ങനെ 1000 തലമുറകൾക്ക് വേണ്ടി വാഴാൻ വേണ്ടിയും പോലും 5% വരുന്ന ഒരു കൊച്ചു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലാണ്. 95% വരുന്ന കോടിക്കണക്കിന് വരുന്ന ജനതയെ നരകയാതന, എല്ലാവരും നരകയാതന അനുഭവിക്കുന്നില്ലെങ്കിൽ അവർക്ക് സുഭിക്ഷമായി വാഴാനുള്ളതല്ല 5%ൻ്റെ കയ്യിൽ. നല്ല രസമുള്ള സമത്വം അല്ലേ? ആ അവസ്ഥ നിലനിന്ന് പോകണമെങ്കിൽ എന്ത് വേണം? ഇല്ലെങ്കിൽ ഈ 95% വരുന്ന ജനങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ കഴിഞ്ഞില്ലേ കഥ? 5%ൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അനിസ്പ്രയുടെ പരസ്യം പോലെയാവും. അപ്പോൾ അതെന്ത് വേണം? അങ്ങനെ അനുഭവിക്കുന്നവരുടെ, പാവപ്പെട്ടവരുടെ പ്ലാറ്റ്ഫോം ഉണ്ടാവാൻ പാടില്ല.
പ്ലാറ്റ്ഫോം രൂപപ്പെടാൻ പാടില്ല. അങ്ങനെ രൂപപ്പെട്ട എന്തുണ്ടാവും? ജന്മിത്വത്തിനും മുതലാളിത്തത്തിനും എന്നേക്കുമായി അറുതി വരും. സമത്വം ഉണ്ടാകും ഭൂമിയിൽ. അപ്പോൾ ആ സമം എന്ത് ചെയ്യും? ജന്മിത്വവും മുതലാളിത്തവും എന്നും പരിശ്രമിക്കും. അതിന് അവരുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം എന്താണ്? വർഗീയത. മനുഷ്യനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയ, ഭിന്നിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വിഭാഗം ആളുകൾ കർഷക സമരം നടക്കുന്നുണ്ട് ഡൽഹിയിൽ. കർഷക സമരം മാസങ്ങളായി നടക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാർ, കർഷകരിൽ കുറേ പേര് അതിനകത്ത് രക്തസാക്ഷികളായി. തണുപ്പത്ത് കിടന്നിട്ടും കർഷകർ സമരം ചെയ്യുന്നത് ആ സമരം ചെയ്യുന്ന കർഷകർക്ക് വേണ്ടി മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കർഷകർക്ക് ദോഷകരമായ ചില വ്യവസ്ഥകൾക്കെതിരാണ്. എത്ര കർഷകരാണ് എന്നിട്ട് എന്നാൽ ആ ആഹ്വാനം കേട്ടിട്ട് ഇന്ത്യയിലെ പകുതി സംസ്ഥാനത്തെ കർഷകർ ഇതിനെതിരെ പ്രതികരിച്ച് എന്താ ഉണ്ടാവുക? സമരം നടത്തിയ ആ സമരം വിജയിക്കില്ലേ? അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ. നേരെ പറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മതത്തിനെതിരെ ഒരു കലാപം ഉണ്ടാക്കി നോക്കട്ടെ ആരെങ്കിലും, അത് വലിയ കൊടുങ്കാറ്റായി ആളിപ്പടരും. അത് വളരെ വ്യക്തമായി ഈ പറയുന്ന വർഗീയതയുടെ, ഈ പറയുന്ന ഫ്യൂഡലിസത്തിൻ്റെ, ഈ പറയുന്ന മുതലാളിത്തത്തിൻ്റെ വക്താക്കൾക്കറിയാം. അവരത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് വലിയ ജീവൽ സമരങ്ങൾക്ക് ആളുകളിലേതാ പോകുന്നതും. ജാതീയത, വർഗീയത എന്നിവ ഈ പറയുന്ന മതങ്ങളോ മതത്തിൽ പ്രധാനപ്പെട്ട പ്രവാചകന്മാരോ പറയാത്ത കാര്യത്തിന് വേണ്ടികൾ വെറുതെ ലഹള ഉണ്ടാക്കുന്നതും അതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും അത് പേരിൽ ഈർഷ്യ, പരസ്പരം ബന്ധങ്ങളില്ലായ്മ ഉണ്ടാകുന്നതും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ ചിലയിടത്ത് കിട്ടാത്ത? അപ്പോൾ അടുത്തത് എന്താ? നമ്മുടെ മതം കഴിഞ്ഞു, വർഗീയത കഴിഞ്ഞു. ഈ വർഗീയതയിൽ മുതലാളിത്തത്തിനുള്ള പങ്ക്, ജന്മിത്വത്തിനുള്ള പങ്ക് വിവരിച്ചു കഴിഞ്ഞു. പിന്നെന്താ? പിന്നെ മനഃശാസ്ത്രം. ഇതിന് ഒരു മനഃശാസ്ത്രമുണ്ട്. എന്താ അതിൻ്റെ മനഃശാസ്ത്രം എന്നറിയോ? എന്തുകൊണ്ടാണ് ആളുകൾക്ക് മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എളുപ്പത്തിൽ ഒരു എന്താ പറയുക, വയലേഷനാണ്, ഒരു കലാപം ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ വളരെ രീതിയിലുള്ള വലിയ വിഭാഗം എല്ലാ ആളുകളും വളരെ ചെറുപ്പത്തിൽ തന്നെ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും അവർ ഈശ്വര വിശ്വാസത്തോട് കൂടിയിട്ടാണ് വളർന്നു വരുന്നത്. ഏത് അച്ഛനും അമ്മയായാലും അവരുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ ഏത് മതസ്ഥരാണെങ്കിലും, ഇപ്പോൾ ഹിന്ദു മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ദൈവത്തെ വിളിക്ക്, സ്വാമിയെ വിളിക്ക്, ഉറങ്ങണതിൻ്റെ മുമ്പും എഴുന്നേൽക്കുന്നതിന് മുമ്പും ഒക്കെ കൈകൂപ്പുന്നു. ചെറുപ്പത്തിലെ തന്നെ സ്വാമിയെ എന്ന് പറയിപ്പിക്കുന്നു. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അള്ളാഹുവിനെ പഠിപ്പിക്കുന്നു, മദ്രസകളിൽ പോയി പഠിക്കുന്നു. ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അവരുടേതായി ബന്ധപ്പെട്ട്. അപ്പോൾ മനുഷ്യൻ്റെ അസ്തിത്വ ബോധത്തിൽ, മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ, മനുഷ്യൻ്റെ ആത്മസ്വത്വത്തിൽ അവൻ്റെ മതം അതീവ സ്വാധീനം ചെലുത്തുന്നു. എൻ്റെ മനഃശാസ്ത്രം അതാണ് സത്യവും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അവൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരമായ ഒരു സംഭവമാണ് അവൻ്റെ മതത്തോടുള്ളത്. അതൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. കാരണം അവൻ്റെ കുഞ്ഞുനാളിൽ തന്നെ അവൻ്റെ അമ്മ അവനെ മുലയൂട്ടി വളർത്തിയ പാല് പോലെ, അമ്മിഞ്ഞ പാല് പോലെ തന്നെയാണ് അവന് ദൈവസ്നേഹവും പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ അത് അവനിൽ എന്താ പറയുക, അവൻ്റെ തലച്ചോറിൽ അത് ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണ്. ഈ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഈ തലച്ചോറുമായി ജീവിക്കുന്നവരാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും. പിന്നീട് വളർന്നു വന്നിട്ടാണ് വലിയ സ്കൂൾ വിദ്യാഭ്യാസമോ കോളേജ് വിദ്യാഭ്യാസമോ മറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും ആശയങ്ങളിലോ ഇസങ്ങളിലോ ആകൃഷ്ടരായിട്ടൊക്കെയാണ് അവരുടെ ഈശ്വരവിശ്വാസത്തിനെ അവരുടെ പ്രവർത്തനമായോ പൊതുപ്രവർത്തനമായോ ബന്ധപ്പെട്ട് പലരും പൂർണ്ണമായി കൈവെടിയൊന്നുമില്ല.
പ്രകടമായി അത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുന്ന ഈ ഈശ്വരവിശ്വാസത്തെയും മതവിശ്വാസത്തെ പിടിച്ചാൽ എളുപ്പം രാജ്യത്തെ വിഭജനമുണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് മുമ്പേ തെളിയിച്ചവരാണ് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഇന്ത്യക്കാരായ സേനകൾ ഒന്നിക്കാൻ, മുസ്ലിമും ഹിന്ദുവായിട്ടുള്ള ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷുകാർക്ക് എതിരെ യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഹിന്ദു മുസ്ലിം വൈരം എന്നും കെടാതെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടന്നിരുന്നത്. ഇന്നും അത് തന്നെയല്ലേ നടക്കുന്നത്? ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ കലാപമുണ്ടാക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഏതെങ്കിലും മുസൽമാൻ്റെ ആണോ? ഏതെങ്കിലും ക്രിസ്ത്യൻ്റെ ആണോ? എന്തെങ്കിലും ഹിന്ദുവിൻ്റെ ആണോ? ഒരിക്കലും അല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഒരു വിഭാഗം ആളുകളുണ്ട്. രാജ്യത്ത് അശാന്തിയും കലാപവും എല്ലാം ഉണ്ടെങ്കിലേ ഞാൻ ഈ പറയുന്ന ജനങ്ങൾക്ക് ഈ പറയുന്ന അസമത്വം, ജനങ്ങൾക്കെല്ലാവർക്കും അവനവന് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നു. അങ്ങനെയാണ് അത് രാജ്യത്തിൻ്റെ, നമ്മൾ പറയാറില്ലേ വിപ്ലവം എന്ന്. രാഷ്ട്രീയം സമൂഹമൊക്കെ ഈ പറയുന്ന ഇതിനകത്ത് ടോപ്പിക്കിലുണ്ട്. ഈ വിപ്ലവം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മാറ്റം എന്നാണ്. ഉണ്ണി കുറച്ച് കുടിക്കാൻ വെള്ളം തരൂ. കുടിക്കാൻ വെള്ളം കൊണ്ടാ. വിപ്ലവം എന്ന് പറയുന്നത് മാറ്റം എന്നാണ്. ഒരു വിഭാഗം ആളുകൾക്ക് പറയുന്നത് വിപ്ലവം എന്ന് പറയുന്ന വാക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരനെ മാത്രം അട്ടിപ്പേറായിട്ട് അവർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു പദമാണെന്നാണ്. അല്ല, വിപ്ലവം പറയുന്നത് പുരോഗമനപരമായ മാറ്റമുണ്ടാകുന്ന കാര്യത്തിനെയാണ്. അപ്പോൾ ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കഴിച്ചും അവരുടെ ആവശ്യങ്ങൾ നിറവേറി ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ചു പോകാൻ കഴിയാവുന്നൊരു സാഹചര്യം ഉണ്ടാക്കലല്ലേ. അതിന് കഴിയുന്ന ആരത് എന്നെ വല്ലവരും വിളിച്ചോ? അളവറ്റ ധനവും ഇതെല്ലാം ഉണ്ടായിട്ടും എന്തേ ഇത് കേന്ദ്രീകരിക്കപ്പെടുന്നത്? എന്തുകൊണ്ട് ഈ വികേന്ദ്രീകരിക്കപ്പെടുന്നില്ല സമ്പത്ത്, ഭൂമിയുടെ സമ്പത്ത്? ഇതാരുടെയും കുത്തകയൊന്നുമല്ലല്ലോ. ആരുടെയും കുത്തകയല്ലാത്ത ഓരോ, ഇപ്പോൾ മതവിശ്വാസത്തിൻ്റെ തരത്തിൽ തന്നെ പറഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് എല്ലാ മതങ്ങളും പറയുന്നു. ആർക്കപ്പോൾ അതിനെതിരെ ഇത്ര വലിയ പ്രയാസം? എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ഇല്ലാണ്ടാക്കുന്നപ്പോൾ ആരുടെ താല്പര്യ? കുത്തക മുതലാളിത്തത്തിൻ്റെയും ഫ്യൂഡലിസത്തിൻ്റെയും ഫ്യൂഡൽ ജന്മികളുടെയും അല്ലേ? കുത്തക മുതലാളിത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിലുള്ള മൊത്തം ജനങ്ങൾക്ക് സുഭിക്ഷയായി കഴിയാനുള്ള പണം ഇന്ത്യയിലെ ഒരു കുത്തക കമ്പനിയുടെ കയ്യിലുണ്ട്. അയാളുടെ ബാങ്ക് ബാലൻസ് ആയിട്ടുണ്ടാവും. അങ്ങനെ എത്ര കുത്തകകളുണ്ടാവും? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുത്തക മാത്രം കോടിക്കണക്കിന് ട്രില്യൺ കണക്കിനും സ്വത്തുണ്ടാക്കിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ആ രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന ജനത കിടന്ന് കഷ്ടപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ? ഒരിക്കലും അത് ദൈവത്തിന് ഇഷ്ടമല്ല. അത് ദൈവഹിതമല്ല. ദൈവത്തിന് എന്താ ഇഷ്ടം? എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് സുഭിക്ഷയായിട്ട് ജീവിക്കുന്ന കാണാനാണ് എല്ലാ മതത്തിലും ദൈവങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ആരാ അതിൻ്റെ കുഴപ്പക്കാരൻ? ചൂഷകർ. ആരാ ചൂഷകർ? ചൂഷക ഭരണകൂടങ്ങൾ. എന്താണ് ചൂഷക ഭരണകൂടം? മനുഷ്യർക്കെല്ലാവർക്കും തുല്യമായ രീതിയിൽ സമത്വത്തിൽ അധിഷ്ഠിതമായി പ്രകൃതി വിഭവങ്ങളും സമ്പത്തും പങ്കുവെക്കാൻ തയ്യാറാവാതെ ഒരു വിഭാഗം ആളുകളെ എന്നും കഷ്ടതയും പ്രയാസങ്ങളും ദുരിതവും ഭൂരിഭാഗം പേർക്ക് സമ്മാനിച്ച് ഒരു ചൂഷകർ. ആ ചൂഷകർ എന്തു ചെയ്യും? ഈ പറയുന്ന ചൂഷിതർ ഒന്നു ചേരാതിരിക്കാൻ വേണ്ടി എക്കാലവും ഈ പറയുന്ന രീതിയിൽ ജാതിക്കാട് ഇറക്കി കളിക്കും. ജാതിക്കാട് എന്ന് പറയുന്നത് നിസാര സംഭവമല്ല. രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ
ഏറ്റവും കൂടുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ് ജാതി കാർഡ്. എന്തുവാ എല്ലാവരും വികസനം പറഞ്ഞിട്ട് വോട്ട് പിടിക്കാത്തത്? ഇടതുപക്ഷ പാർട്ടികൾ ഒഴിച്ച് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും കൂടുതലും എന്ത് പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കാറ്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും വലിയ വിഭാഗം ജനത എന്നിട്ട് എന്ത് ചെയ്യുന്നു? ചാനൽ ചർച്ചയാണ് നേരം വെളുക്കോളം എന്നു പറഞ്ഞിട്ട് അരിയത്ര പറഞ്ഞഴി. ഇവിടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കർഷക കലാപം നടക്കുന്നു. പാവപ്പെട്ടവന് പട്ടയം അന്ന് 13,000 പേർക്ക് പട്ടയം വിതരണം ചെയ്തു. അല്ലെങ്കിൽ ദുരിതബാധിതരായി പ്രശ്നങ്ങൾ അനുഭവിച്ച് കിടക്കുന്നവരുണ്ടോ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ചർച്ചയില്ല. ഒരു സർവേ നടത്തി കേരളത്തിൽ ആർക്കൊക്കെ പാവപ്പെട്ടവരെ എങ്ങനെ സഹായിക്കാം, എങ്ങനെ കോവിഡ് ബാധിതരായി കിടക്കുന്ന പാവങ്ങളെ സഹായിക്കാം, എങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് പ്രവർത്തിക്കാമെന്നതിനെക്കുറിച്ചിട്ട് എല്ലാവർക്കും കൂടിയിട്ട് ഈ വൈദികർക്ക് ഒരു തീരുമാനം എടുത്തൂടെ? ഈ പറയുന്ന ജാതി ഉപജാതി വിഭാഗക്കാർ ഈ ചാനലുകൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇവരെല്ലാം കൂട്ടിരുത്തിയിട്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്ന നേരത്ത് ഈ രീതിയിൽ ഈ ദേശീയോഗ്രന്ഥനത്തിന് വേണ്ടി, ഈ രാജ്യപുരോഗതിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ രാജ്യപുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്, അതിനെ വളർത്തിക്കൊണ്ടുവന്ന് ഈ രാജ്യത്ത് നമ്മുടെ മതങ്ങളിലെ വിവിധ പ്രവാചകന്മാർ പറയുന്നത് പോലെ സമത്വം വേണം, സാഹോദര്യം വേണം, ചൂഷണം പാടില്ല എന്ന് പറയുന്ന സ്ഥിതി വരുത്താൻ വേണ്ടി നമുക്കേവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് വേണ്ടി പ്രവർത്തിക്കണ്ടേ? വിദ്യാഭ്യാസമില്ലാത്തവരാണോ? ജന്മിത്തം എന്തുകൊണ്ടാണ് ഇന്ത്യ, ത്രിപുര, വെസ്റ്റ് ബംഗാൾ ഒഴികെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വർഷക്കണക്കിന് ഓളം ഭരിച്ചതാരാ? കോൺഗ്രസ് ആയിരുന്നു. ഇനി അവസാനം രാഷ്ട്രീയം എന്ന് പറയുന്ന ടോപ്പിക്കിലെത്തി നിൽക്കണം കേട്ടോ. നമ്മളെ ചർച്ച തീരാറായി. 1945 ശേഷം കഷ്ടി 10-13 കൊല്ലം മുമ്പ് വരെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഇന്ത്യയും ഭരിച്ചത് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഈ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഭൂപരിഷ്കരണം നടപ്പാക്കാൻ കഴിയാതെ പോയത്? ആരെങ്കിലും അതിനെ തടസ്സപ്പെട്ടിട്ടല്ല. ഭൂസ്വാമിമാരായിരുന്നു ഇത്രയും കാലം ആ പാർട്ടിയിലെ MLA-മാരും MP-മാരുമായിരുന്ന ആളുകൾ. ഞാൻ കഴിഞ്ഞ FB ലൈവിൻ്റെ മുമ്പത്തെ FB ലൈവ് പറഞ്ഞു, ഒരു സംസ്ഥാനത്തിനകത്തെ MLA-മാരൊക്കെ ഭൂസ്വാമിമാരാണെങ്കിൽ എന്താ ഉണ്ടാവുക? അവരുടെ ആയിരക്കണക്കിന് വരുന്ന ഏക്കർ ഭൂമി കയ്യിൽ നിന്നും നഷ്ടമായി അടിയാനും പാവപ്പെട്ടവനും 1/2 ഏക്കറും 1 ഏക്കറും 10 സെൻറ്റും വിഭജിക്കാൻ അവർ താല്പര്യം കാണിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇന്ന് ആ പാർട്ടി നാമാവശേഷമായി. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ വലിയ സംസ്ഥാനത്തിനകത്ത് ഇപ്പോഴും ആളുകൾ സ്വന്തമായി ഭൂമിയില്ലാതെ, വിദ്യാഭ്യാസമില്ലാത്തിടത്താണ് ഏറ്റവും കൂടുതൽ വർഗീയത കടന്നു വരിക? വിദ്യാഭ്യാസമുള്ളിടത്തും കടന്നു വരും. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാവുന്ന രീതിയിൽ ഭൂപരിഷ്കരണം നടപ്പാക്കിയെങ്കിൽ ഇന്ന് ആ ജനങ്ങൾക്ക് ചവിട്ടി നിൽക്കാനുള്ള ഒരു നിലപാട് തരമായിരുന്നില്ലേ? ഏറ്റവും വലിയ കൊടും ക്രൂരതയല്ലേ ഇത്രയും വലിയ ആ പാർട്ടി ചെയ്തത്? അതിനുശേഷം അധികാരത്തിൽ വന്ന പാർട്ടി എല്ലാ രാജ്യത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഭൂപരിഷ്കരണം നടപ്പാക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭൂപരിഷ്കരണം നടപ്പാക്കാത്തത് എന്ന ഒറ്റ ചോദ്യം ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാനുണ്ടാകില്ല. കാരണം ഇതാണ് അതിൻ്റെ കാര്യം. ഭൂപരിഷ്കരണം കൊടുത്താൽ രാജ്യത്ത് സമത്വമുണ്ടാകും, ഇല്ലാത്തവൻ ഇല്ലാതെയാകും, എല്ലാവരും സ്വത്തുണ്ടായാൽ എന്തുണ്ടാവും? അവൻ്റെ ജീവിത നിലവാരം വർദ്ധിക്കും, അവൻ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടും, അവന് സ്വന്തമായി കൃഷി ചെയ്ത് അവൻ സമ്പന്നനാവും. അപ്പോൾ ഒരു രാജ്യം ഈ പറയുന്ന മതങ്ങളിലെ പ്രവാചകരൊക്കെ പറയുന്നത് പോലെ സമത്വമുള്ളവരായി മാറും, ലോകം ഒരു മേൽക്കൂരയായി മാറും. അതുണ്ടാക്കാൻ പാടില്ല. അത് മുതലാളിത്തത്തിൻ്റെ, സാമ്രാജ്യത്വത്തിൻ്റെ, ജന്മിത്വത്തിൻ്റെ പ്രചണ്ഡമായ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് വേണ്ടി നാണമില്ലാതെ ജനങ്ങളുടെ ജീവിത സാഹോദര്യവും സൗഹൃദ അന്തരീക്ഷവും വേണ്ടി തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങാൻ നിങ്ങൾ ബോധപൂർവമോ അബോധപൂർവമോ ശ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലൈവ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.